പേരാമ്പ്രയിൽ കാർ കത്തി ഗർഭിണി മരിച്ച സംഭവത്തിൽ ആരോപണങ്ങൾ നിഷേധിച്ച് മരിച്ച സോനയുടെ കുടുംബം. മകൾ ആത്മഹത്യ ചെയ്യില്ലെന്നും റനീഷാണ് സംഭവത്തിന് പിന്നിലെന്നുമാണ് സോനയുടെ കുടുംബത്തിന്റെ ആരോപണം. അതേസമയം സോന മകനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചുവെന്നും സമഗ്ര അന്വേഷണം വേണമെന്ന ആവശ്യവുമായി രജീഷിന്റെ കുടുംബവും രംഗത്ത് വന്നിട്ടുണ്ട്. ആ പ്രതികരണത്തിലേക്ക്. പെട്രോൾ വാങ്ങി വരുന്ന ഒരു വീഡിയോ കണ്ട് അങ്ങനെ ആ ഒരു വീഡിയോയിലാണ് ഈ ചിത്രം, ഈ വ്യക്തമായ തെളിവുകൾ നമുക്ക് അനുകൂലമായി ഇപ്പം ചെറിയ തോതിൽ കിട്ടിയിരിക്കുന്നത്. കാരണം അവൾ അങ്ങനെ ചെയ്യുമെന്ന് ഒരിക്കലും ഞങ്ങൾ പ്രതീക്ഷിച്ചതല്ല. കാരണം എൻ്റെ കുടുംബത്തിനെ മൊത്തം അവൾ ഇല്ലാതാക്കാൻ ഇങ്ങനൊരു മനസ്സിൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ, കാരണം പെട്രോൾ വാങ്ങി വീട്ടിൽ നിന്നാണ് ഇത് കത്തിച്ചതെങ്കിൽ ഞങ്ങൾ ഉൾപ്പെടെ എൻ്റെ പ്രായമായ അച്ഛൻ, അമ്മ, എൻ്റെ മകളെ കുഞ്ഞ്, ഒരു 3 വർഷമായ കുഞ്ഞിനുണ്ട്, അവൾ ഉൾപ്പെടെ അവൾ കത്തിച്ച് ചാമ്പലാക്കിയനെ ഈ ഒരു മനസ്സ് അവൾക്ക് വീട്ടിൽ നിന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ. വിവരണമായി അനഘ ഹർഷൻ ചേരുന്നുണ്ട്. അനഘ, ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ മകൾ ആത്മഹത്യ ചെയ്യില്ലെന്നും ഭർത്താവാണ് സംഭവത്തിന് പിന്നിലെന്നുമാണ് സോനയുടെ കുടുംബത്തിന്റെ ആരോപണം. എന്നാൽ സോന മകനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചെന്നും സമഗ്ര അന്വേഷണം വേണമെന്ന ആവശ്യവുമാണ് ഈ ഭർത്താവിന്റെ കുടുംബം രംഗത്ത് വരുന്നത്. എന്തൊക്കെയാണ് ഈ ഒരു ഘട്ടത്തിൽ ഈ കേസിന്റെ ഏറ്റവും പുതിയ അപ്ഡേഷൻ? അമൽ, അതായത് സോന പെട്രോൾ വാങ്ങുന്ന CCTV ദൃശ്യങ്ങൾ അന്വേഷണത്തിനൊടുവിൽ ഏറ്റവും ഒടുവിൽ പുറത്തു വന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് സോനയുടെ അമ്മ രംഗത്ത് വന്നിരിക്കുന്നത്. അതായത് തന്റെ മകൾ ആത്മഹത്യ ചെയ്യില്ല, തന്റെ മകൾ തന്നെയാണ് ഈ ക്യാനിൽ ഈ പെട്രോൾ വാങ്ങിയിരിക്കുന്നത്. പക്ഷെ ഈ പെട്രോൾ വാങ്ങാൻ പറഞ്ഞത് ഈ മകളുടെ ഭർത്താവായിട്ടുള്ള രജിനാണ് എന്നാണ് സോനയുടെ അമ്മ പറയുന്നത്. സോന മരിക്കുന്ന ആ സംഭവം ഉണ്ടായ ആ ദിവസവും മകളോട് സംസാരിച്ചിരുന്നു. മകൾ അങ്ങനെ ഒരു പ്രതീതിയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സങ്കടമോ ഒന്നും തന്നെ പങ്കുവച്ചില്ല എന്നാണ് ഈ സോനയുടെ അമ്മ വസന്ത നടത്തിയിരിക്കുന്ന പ്രതികരണം. പക്ഷേ ഈ സോനയിലേക്ക് അന്വേഷണം കേന്ദ്രീകരിക്കുന്ന ഘട്ടത്തിലാണ് ഇപ്പോൾ രജിൻലാലിന്റെ കുടുംബം രംഗത്ത് വന്നിരിക്കുന്നത്. രജിൻലാലിന്റെ അച്ഛനാണ് പ്രതികരണം നടത്തിയത്. ഈ അച്ഛൻ പറയുന്നത് ഈ സോന ആണ് ഈ സംഭവം ആസൂത്രണം ചെയ്തിരിക്കുന്നത്. മാത്രമല്ല, ഇത് ഒരുപക്ഷെ വീട്ടിൽ വെച്ചാണ് നടക്കുന്നതെങ്കിൽ ഞങ്ങളുടെ കുടുംബം മുഴുവൻ ഇല്ലാതാകുമായിരുന്നു. മാത്രമല്ല, വലിയ ഈ സമൂഹം മുഴുവൻ തങ്ങളെ ഒറ്റപ്പെടുത്തുന്ന സ്ഥിതിയിലേക്കൊക്കെ പോവുമായിരുന്നു എന്നുള്ളതാണ്. എന്തായാലും സോനയുടെയും അതുപോലെ സോനയുടെ ഭർത്താവായിട്ടുള്ള രജിൻലാലിന്റെയും കുടുംബം പറയുന്നത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട്, ഈ കാർ കത്തിയതുമായി ബന്ധപ്പെട്ട ഒരു സമഗ്രമായിട്ടുള്ള ഒരു അന്വേഷണം വേണമെന്നുള്ളതാണ്. പക്ഷേ അന്വേഷണം പോകുന്നത് കൃത്യമായ വഴിക്ക് തന്നെയാണ്. അന്വേഷണത്തിന്റെ ഏറ്റവും അവസാന ഘട്ടം എന്ന് പറയുന്നത് ഈ കാറിൽ ഈ പെട്രോൾ വാങ്ങി എത്തിച്ചത് സോനയാണ്. ഈ സോനയോട് ഭർത്താവ് രജിൻലാൽ ഇങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചിട്ടില്ല എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. ഇനി അറിയാനുള്ളത് ഒരേ ഒരു കാര്യം മാത്രമാണ്. ഈ സോന സ്വയം ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചതാണെങ്കിൽ എന്താണ് അതിനുണ്ടായിരിക്കുന്ന ഒരു മോട്ടീവ്? അതിൽ രജിൻലാൽ എന്ന ഭർത്താവിന് ഉണ്ടായിരിക്കുന്ന പങ്ക് എന്താണ്? സോന 6 മാസം ഗർഭിണിയാണ്. ഈ ഒരു അവസ്ഥയിൽ ഇങ്ങനെ ഒരു സംഭവം ചെയ്യണമെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള ഒരു കാരണം ഉണ്ടാകും. ഈ കാരണമാണ് പോലീസ് ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. രജിൻലാലിന്റെ മൊഴി വീണ്ടും അന്വേഷണ സംഘം എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഈ കാർ കത്തിയതുമായി ബന്ധപ്പെട്ട് രജിൻലാലിന് പങ്കില്ല എന്നുള്ള നിഗമനത്തിലേക്കാണ് അന്വേഷണ സംഘം എത്തിയിരിക്കുന്നത്.